കൊല്ലം പത്തനാപുരത്ത് ക്ലിനിക്കിൽ കയറി വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമം. വായിൽ തുണി തിരികെ കയറ്റിയ ശേഷം പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പ്രതി കാരമൂട് സ്വദേശി സൽദാൻ പിടിയിലായി. ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ വൈകിട്ടോടുകൂടി പിടിയിലാവുകയായിരുന്നു. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഇയാൾക്ക് ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിശദാംശമാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ ഇടക്കാല ജാമ്യം കൊടുക്കാമോ ഈ ഒരു കേസിൽ? ഇടക്കാല ജാമ്യം കൊടുക്കാമോ എന്നുള്ളത് കോടതിയുടെ വിവേചന അധികാരമാണ്. ഇത് കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. ഈ ഡോക്ടർ അവിടുത്തെ പത്തനാപുരത്തെ ഒരു ക്ലിനിക്ക് നടക്കുന്നുണ്ട്. അവിടുത്തെ ജീവനക്കാരെല്ലാം തന്നെ പുറത്തേക്ക് ജോലിക്ക് ശേഷം പുറത്തുപോയി. അതിനുശേഷം ഈ ഡോക്ടർ ആ ക്ലിനിക്ക് പൂട്ടുന്ന സമയത്താണ് ഇയാൾക്ക് ഈ ക്ലിനിക്കിനെ കുറിച്ചും ഡോക്ടറെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. പത്തനാപുരം സ്വദേശിയാണ്, ടൗണിൽ തന്നെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ ഡോക്ടറുമായിട്ട് നേരിട്ട് ഹോസ്പിറ്റലിൽ എത്തുകയോ അല്ലെങ്കിൽ മറ്റ് ക്ലിനിക്കിൽ എത്തുകയോ മറ്റ് രോഗത്തിന്റെ കാര്യങ്ങൾക്കൊന്നും വേണ്ടി അവിടെ എത്തിയിട്ടുള്ള ആളല്ല. ഇയാൾ പൊടുന്നനെ അവിടേക്ക് പാഞ്ഞു വരികയും ഈ ഡോക്ടറെ കടന്നു പിടിക്കുകയുമായിരുന്നു. ഈ ഡോക്ടർ ബഹളം വെച്ചതിനെ തുടർന്ന് ഒരു തുണി ഉപയോഗിച്ച് ഇവരുടെ പൊത്തുകയാണ്. പെട്ടെന്ന് കുതിരി മാറി ഈ ഡോക്ടർ ഇറങ്ങി ഓടി, ബഹളം കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടി. ആ സമയത്താണ് നാട്ടുകാർ സംഭവം എന്താണ് എന്നറിയുന്നത്. നാട്ടുകാർ ഓടിക്കൂടിയത് അറിഞ്ഞതുകൊണ്ട് ഈ അക്രമി നേരെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ചില ആൾക്കാരുടെ സഹായം ഇയാൾക്ക് രക്ഷപ്പെടാൻ ലഭിച്ചു എന്നുള്ള ഒരു പരാതിയൊക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും പത്തനാപുരം CI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ ഈ പ്രതിയെ പിടികൂടി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളെ റിമാൻഡ് റിപ്പോർട്ട് അടക്കവുമായി മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോയത്. ഇന്ന് അവധിയായതിനാൽ കോടതി ഉണ്ടായിരുന്നില്ല. മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് പോയി. അപ്പോഴാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഇത് സംബന്ധിച്ച് പോലീസ് മറ്റൊരു റിപ്പോർട്ട് കൂടി കോടതിയിൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിഷ്ഠൂരമായിട്ടുള്ള സംഭവമാണ്, ക്രൂരമായിട്ടുള്ള സംഭവമാണ്. ഒരു കാലത്തും അനുവദിക്കാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല. മാത്രമല്ല, ഇങ്ങനെ ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് സമൂഹത്തിനുണ്ടാക്കുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട്. ആ സന്ദേശം കൂടി പരിഗണിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് കൂടി നൽകാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 31-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. അനശ്വര, കാര്യം ഒരു ഡോക്ടറാണ്. അവിടെ നിന്ന് അവരുടെ ജോലി കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആ തെരിക്ക് അടച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ അവരെ കയറി പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്.